ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട, ഒരു കോള് മതി, ആന്റി ഇവിടെ എത്തും. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അമൃതയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രീനാഥ് മോനുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ സാവിത്രി, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് അമൃതമോളോട് അവർക്കുള്ള സ്നേഹവും കരുതലും കുറഞ്ഞു പോവോ? എന്താണ് ഇങ്ങനെ നോക്കുന്നേ? വായോ, വാ. അല്ല, നമ്മുടെ കുമാരേട്ടൻ മാളുവിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ചേട്ടനും മാളും സംസാരിച്ചോട്ടെ അല്ലേ? വാ മാളു, വാ വാ. നിന്നെ കാത്തിരുന്ന് അയാൾ ഇപ്പൊ കരയും. ഇങ്ങോട്ട് വാ. വന്നേ മാളു, വാ. എങ്ങനെ കൊടുക്കണ ഡബിൾ മുണ്ടും എടുത്ത് കൊടുത്തു. രണ്ടാളും മനസ്സോർന്ന് സംസാരിച്ചോണം. ഞാൻ അങ്ങോട്ട് മാറിക്കാം. എടുക്കായി നിങ്ങൾക്ക് എന്താ നേരെ നിൽക്കാൻ പറ്റാത്തെ? നിന്നെ കണ്ടപ്പോ മനസ്സൊരു ആനന്ദ പുളകിതായിപ്പോയി. എന്താ ഇവിടെ വേറൊരു മണം? അതിവിടെ പൂജ നടക്കില്ലേ? പൂജയുടെ ഒരു മണം അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവൂല ചിലപ്പോ. അതിന്റെ പൂജയുടെ മണോ? എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് എന്തെങ്കിലും വിഷയം വേണോ മാളു? എനിക്ക് കുറെ ജോലിയുണ്ട്, പറയാനുള്ളത് വേഗം പറയാൻ നോക്ക്. അല്ല, ഈ പൂജ സമയത്ത് നമ്മൾ അടുത്തടുത്തിരുന്നിട്ട് എനിക്കൊരു വാക്കുപോലും മിണ്ടാൻ പറ്റിയില്ലല്ലോ. പൂജ നടക്കുമ്പോ പ്രാർത്ഥിക്കാ വേണ്ടത്. ഞാൻ പ്രാർത്ഥിച്ചല്ല, മാളു പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. മാളുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ അമ്മേ, ഇയാൾ ഓവറാക്കി ചളവാക്കുന്ന തോന്നുന്നേ. വെറുതെ കളയാൻ എനിക്ക് സമയമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേ, അല്ലെങ്കിൽ എനിക്ക് പോണം. എന്തായി കാണിക്കുന്ന? ഓ, എന്തോ മാളു, നീ എന്റെ പെണ്ണല്ലേ? കൈ വിടോ കുമാരേട്ടാ, മര്യാദക്ക് നിക്കണം. ഓ, എളുപ്പം എത്ര നാണിക്കുന്നു. നമ്മളെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇയാളെങ്ങനോട് തടിച്ചോ? മാളൂര് ഹണിമൂണിന് എവിടെ പോകണ്ട? മാളു പറഞ്ഞോ, നമുക്ക് തായ്ലൻഡിലോട്ടൊന്ന് പോയാലാ? കൈ എടുക്കടോ. ഇവൻ ഇവളുടെ കൈ നടി വാങ്ങിക്കോ? എടാ മരപ്പൊട്ട, ഒന്ന് മര്യാദക്ക് പെരുമാറ്, അല്ലെങ്കിൽ നിന്റെ കല്യാണത്തിന്റെ കാര്യം തീരുമാനമാവും. ഞാൻ പോയ ഗ്യാപ്പിൽ അവൻ കുടിച്ചു കളഞ്ഞു. ആൽക്കഹോളിക് തിണ്ടി. ഓ, എന്തോന്നു മാളു ഇത്? നമ്മളൊക്കെ അങ്ങനെയാണോ? ഒരിക്കൽ പറഞ്ഞാ മനസ്സിലാവില്ലേ? മാളുടെ ദേഷ്യം കാണാൻ എന്തൊരു ഭംഗി. നീ എവിടെയാ? ജലജമായി ഞാൻ വരുന്നു. ഞാൻ പോവോ? ഇവക്കെന്ത്? ഇവക്ക് വയ്യേ? പോയി. മോളെ അമ്മു, മുത്തശ്ശൻ ഇറങ്ങട്ടെ. ശ്രീനാഥേ, പോയിട്ട് വരണം നമ്പ്യാർ സാർ. ഞാനും വരാം. മോളെ, സമയത്തിന് എന്തെങ്കിലും കഴിക്കണം, കഴിക്കാതിരിക്കരുത്. അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ആന്റി പേടിക്കണ്ട, ഏട്ടത്തിയ സമയത്ത് പിടിച്ചിരുത്തി ഞാൻ കഴിപ്പിച്ചോളാം. ഞാൻ നോക്കിക്കോളാന്നേ. മാളുവേ, ആ ദാ വരുന്നു ജലജമായി. ഞാനിപ്പോ വരാട്ടോ.
അമ്മ എന്നാ ഇറങ്ങട്ടെ. ഉം. കുറച്ച് സമയം വേണ്ടിവരും ഈ വീടും ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് ശീലമാവാൻ. പതുക്കെ ശരിയായിക്കോളൂ. ഉം. അമ്മു, നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ സംസാരിക്കാനാ? ഏത് നേരം നോക്കിയാലും ഇവിടെ ആളല്ലേ. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. നീ എങ്ങനെയാ ഇവിടെ കഴിയുന്നേ? നിന്റെ അവസ്ഥ ആശാന്റിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നോട് അച്ഛൻ ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി. എന്നാ ഇറങ്ങട്ടെ മോളെ. ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട, ഒരു കോള് മതി, ആൻറ്റി ഇവിടെ എത്തും. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അമൃതയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രീനാഥ് മോനുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ. സാവിത്രി, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് അമൃതമോളോട് അവർക്കുള്ള സ്നേഹവും കരുതലും കുറഞ്ഞു പോവോ? അയ്യോ ജലചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ആ, ശരി. ആ വരദാന്റി, പൂജയുടെ പ്രസാദ. പോവാൻ വരട്ടെ. മുത്തശ്ശനോടൊന്ന്. മുത്തശ്ശ, എന്താ ആദി? ചേച്ചിയും കൂടെ നമ്മുടെ കൂടെ വന്നോട്ടെ. 2 ദിവസം അവിടെ നിന്നിട്ട് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടാക്കാം. അതെങ്ങനെ ശരിയാവും? ഇന്ന് ഐശ്വര്യ പൂജ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യമായ മരുമകള് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് നല്ലതല്ല. അതല്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആദി, അങ്ങനെ നാട്ടു നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നീ ആലോചിക്കണ്ട. അല്ല മുത്തശ്ശ, അത് അവക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നീ പോയി വണ്ടി കയറി പോവോ. ചെല്ലേ. താൻ കയറിക്കോ. ശരിയടോ. ആയിക്കോട്ടെ, ശരി ശരി.